എന്റെ പേര് രാജു. നിങ്ങൾക്ക് എന്റെ ഫ്രണ്ട് ആവണമെന്നുണ്ടോ? ഇന്ന് എന്റെ പിറന്നാളാ. ഇന്നത്തെ ദിവസം എന്നോടൊപ്പം ചെലവാക്കുന്നോ? നമ്മളെല്ലാരും ഇന്ന് വളരെയധികം സന്തോഷിക്കുമെന്ന് ഉറപ്പാ. കൂടാതെ ധാരാളം പുതിയ പാഠങ്ങളും പഠിക്കും. കാരണം ഇന്ന് ഞാൻ ലോകത്തുള്ള ധാരാളം സ്ഥലങ്ങൾ ചുറ്റിക്കാണാൻ ഉദ്ദേശിച്ചിരിക്കുക. ഗുഡ് മോർണിംഗ് ഡാഡി. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ് രാജുമോനെ. നിനക്കെന്റെ പിറന്നാൾ ആശംസകൾ. താങ്ക് യു ഡാഡി. എനിക്കിന്ന് വളരെ സന്തോഷമുണ്ട്. എപ്പോഴാ എന്റെ പാർട്ടി? എപ്പോഴാ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോടൊപ്പം കളിക്കാൻ വരിക? ഹാപ്പി ബർത്ത്ഡേ രാജു. നിന്റെ പാർട്ടി വൈകുന്നേരം 4 മണിക്കാ. അതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ എന്റെ ഷോപ്പിംഗ് ഒക്കെ തീർക്കണം. നീയും എന്റെ കൂടെ വരുന്നു രാജു? തീർച്ചയായും, അത് നല്ല രസമായിരിക്കും. ഹലോ, അതെ അർജുൻ തന്നെ. ആ പറ അരുൺ. എന്ത്, ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിനോ? അതേതായാലും കൊള്ളാം. ശരി, തീർച്ചയായും ഞങ്ങൾ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ എത്താം. രാജുമോനെ, നിന്റെ അമ്മാവനായിരുന്നു ബോംബെന്ന്. അമ്മാവനും മായ ആന്റിയും കൂടെ നിന്റെ കസിൻ രാജീവും ഉണ്ട്. പെട്ടെന്ന് ചെന്നൈയിലേക്കും കോയമ്പത്തൂരിലേക്കും അവരൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അവരിപ്പോൾ മുംബൈ എയർപോർട്ടിൽ നിന്നാണ് വിളിച്ചത്. നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ 2 മണിക്കൂറോളം ചെന്ന് അവരെ റിസീവ് ചെയ്യണം. അവരിന്ന് രാത്രി തന്നെ കോയമ്പത്തൂരിലേക്ക് പോകത്രേ. നമുക്ക് അവരെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിലേക്ക് പോവാം അല്ലേ? അതെ, നമുക്ക് ഉടനെ പോകാം. ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഷോപ്പിങ്ങിനായി പൊയ്ക്കോളാം. നമുക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ബാങ്കിൽ കയറി കുറച്ച് പണവും കൂടെ വിഡ്രോ ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ കാണാറുള്ള ചില സാധനങ്ങളാണ്. ഇത് ഒരു സോഫയാണ്. നാം സോഫയിൽ ഇരിക്കാറുണ്ട്. ഇത് വർത്തമാന പത്രമാണ്. നമ്മുടെ നാട്ടിലും രാജ്യത്തും ലോകത്തും നടക്കുന്ന എല്ലാ സംഭവങ്ങളും അറിയാനായി നാം ദിവസേന പത്രം വായിക്കുന്നു. ഇത് പുസ്തകമാണ്. നാം അറിവ് നേടാൻ വേണ്ടിയും നേരം പോക്കിനു വേണ്ടിയും പുസ്തകം വായിക്കുന്നു. ഇത് ഫാനാണ്. നമ്മുടെ മുറി കൂടുതൽ സുഖപ്രദമാക്കാനായി ഫാൻ ഉപയോഗിക്കുന്നു. ഇത് ടെലിഫോണാണ്. നമ്മിൽ നിന്നും വളരെ ദൂരെയുള്ളവരുമായി സംസാരിക്കാനും ബന്ധപ്പെടാനും നാം ഫോൺ ഉപയോഗിക്കുന്നു. ഇത് ഘടികാരമാണ്. സമയം അറിയുന്നതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്തിനാ ഇതെങ്ങനെ കെട്ടിയിരിക്കുന്നത്? ഇതിന് സീറ്റ് ബെൽറ്റ് എന്ന് പറയും രാജു. നാം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാർ പെട്ടെന്ന് നിർത്തുകയോ മറ്റോ ചെയ്യേണ്ടി വരുമ്പോൾ പരിക്ക് പറ്റാതിരിക്കാൻ ഇത് സഹായകമായിരിക്കും. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോവാം ഡാഡി. വേണ്ട രാജു, ഈ റോഡിൽ മണിക്കൂറിന് 50 കിലോമീറ്റർ വേഗതയിലേ പോകാൻ പാടുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? ആ സ്പീഡ് ലിമിറ്റിനുള്ളിൽ യാത്ര ചെയ്യാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഡാഡി എന്തിനാ വണ്ടി നിർത്തിയത്? ചുവന്ന ലൈറ്റ് കണ്ടതുകൊണ്ടാണ് വണ്ടി നിർത്തിയത്. മുൻപിലുള്ള ചുവപ്പും പച്ചയും ലൈറ്റ് കണ്ടില്ലേ നീ? ഇവയെ ട്രാഫിക് സിഗ്നൽസ് എന്നാണ് പറയാറ്. ഇവ വാഹനങ്ങളുടെ ഓട്ടത്തെ നിയന്ത്രിച്ച് അപകടം ഒഴിവാക്കാൻ സഹായിക്കുന്നു. ചുവപ്പ് സിഗ്നൽ കണ്ടാൽ നാം നിൽക്കണം. പച്ച ലൈറ്റ് വരുമ്പോൾ നമുക്ക് പോകാം. സിഗ്നൽ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഓറഞ്ച് ലൈറ്റ്. ട്രാഫിക് സിഗ്നൽസിനെ അനുസരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഓ, ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. ആരും ബസ്സിൽ നിന്ന് ഇറങ്ങാത്തപ്പോഴും സ്കൂൾ ബസ് എന്തിനാ നിൽക്കുന്നേന്ന്. കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാണാറുള്ള ചില കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഇത് ഒരു കാറാണ്. വിവിധ തരത്തിലുള്ള കാറുകൾ നമുക്ക് റോഡിൽ കാണാൻ സാധിക്കും. ഇത് ഒരു സീറ്റ് ബെൽറ്റാണ്. സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ കാർ യാത്ര സുരക്ഷിതമായിരിക്കും. ഇത് ഒരു സ്ട്രീറ്റ് ലൈറ്റാണ്. രാത്രി സമയങ്ങളിൽ റോഡിൽ വെളിച്ചം പകരാനായി സ്ട്രീറ്റ് ലൈറ്റ്സ് ഉപയോഗിക്കപ്പെടുന്നു. ഇത് സ്പീഡ് ലിമിറ്റ് സൂചനയാണ്. നാം ചെല്ലുന്ന റോഡിലെ സ്പീഡ് ലിമിറ്റ് എന്താണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇത് ഘടിപ്പിച്ചിരിക്കുന്നു. നാം എപ്പോഴും സ്പീഡ് ലിമിറ്റിനുള്ളിൽ തന്നെ യാത്ര ചെയ്യേണ്ടതാണ്. ഇത് ട്രാഫിക് സിഗ്നലാണ്. ഇത് ചുവപ്പായിരിക്കുമ്പോൾ നാം നിൽക്കണം. പച്ച നിറം വരുമ്പോൾ നമുക്ക് പോകാം. ഓറഞ്ച് നിറത്തിലായിരിക്കുമ്പോൾ സിഗ്നൽ മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിരിക്കും അത്.
ഇത് ഏത് സ്ഥലമാ ഡാഡി? ഇത് ബാങ്കാണ് രാജു. നമുക്ക് ബാങ്കിൽ നമ്മുടെ പണം നിക്ഷേപിക്കാം. പിന്നീട് ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. ഈ കാലയളവിൽ നമ്മുടെ പണം ബാങ്ക് ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാങ്ക് നാം നിക്ഷേപിച്ചതിനേക്കാൾ കൂടുതലായ ഒരു തുക തിരിച്ചു നൽകും. ഇതിന്റെ പേരാണ് പലിശ. നിന്റെ പാർട്ടിക്കായി ഞാനിപ്പോൾ ബാങ്കിൽ നിന്ന് കുറച്ച് പണം വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. രാജുമോനെ, ഇതാണ് ക്യാഷ് കൗണ്ടർ. നമുക്ക് പണം നിക്ഷേപിക്കുകയോ വിഡ്രോ ചെയ്യുകയോ വേണമെങ്കിൽ ഈ കൗണ്ടറിലേക്കാണ് വരേണ്ടത്. എന്റെ സാലറി ചെക്ക് ഈ കൗണ്ടറിലാണ് നിക്ഷേപിച്ച് പാസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. പാസ്ബുക്ക് എന്ന് വെച്ചാ എന്താ? പാസ്സാണോ ഫെയിലാണോ എന്ന് പറയുന്ന റിപ്പോർട്ട് കാർഡാണോ അത്? അല്ല രാജു, ഓരോ കസ്റ്റമേഴ്സിനും ബാങ്ക് വെവ്വേറെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതിൽ അവരെത്ര പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നും എത്ര തുക പിൻവലിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ അറിയാം. ഓരോ കസ്റ്റമറിനും ബാങ്കിൽ എത്ര തുക ബാക്കിയുണ്ടെന്നറിയാൻ സാധിക്കുന്നതാണ്. ഈ വിവരങ്ങളൊക്കെ പാസ്ബുക്കിൽ എഴുതിയോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തോ ഓരോ കസ്റ്റമറിനും കൊടുക്കും. ഓ, അത് ശരി. പിന്നെന്താ ഡാഡി സാലറി ചെക്കിനെ പറ്റി പറഞ്ഞത്? ഡാഡിയുടെ ശമ്പളം ചെക്ക് ചെയ്യണമെന്നാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഒരാൾ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെന്നിരിക്കട്ടെ. അയാൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ചെക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും. എന്റെ ഓഫീസിൽ നിന്ന് എന്റെ ശമ്പളം ഇതുപോലെയുള്ളൊരു ചെക്കായിട്ടാണ് തരുന്നത്. ഞാൻ ഈ ചെക്ക് ബാങ്കിലെ എന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ആ തുക എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. എനിക്ക് ആവശ്യം വരുമ്പോൾ അക്കൗണ്ടിൽ നിന്നും പണം എടുക്കാൻ സാധിക്കും. വാവ്! ബാങ്കിൽ ഒരുപാട് ജോലികൾ നടക്കുന്നുണ്ടല്ലോ. ഇത് വളരെ കഠിനമായ ജോലിയാണല്ലേ? അതെ, ശരിയാണ് രാജുമോനെ. ഡെയിലി ട്രാൻസാക്ഷൻസ് പോലുള്ള പല ജോലികളും എളുപ്പത്തിലാക്കാൻ വേണ്ടി മിക്ക ബാങ്കുകളും ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതെന്താ ഡാഡി? ഇതാണ് ATM, അതായത് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ഈ ATM കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടിലെ ബാക്കി തുക അറിയാനും കഴിയും. ബാങ്ക് അവധിയായിരുന്നാൽ പോലും അങ്ങനെ പലതും ഏതു സമയത്തും അറിയാം. ATM ഏതു സമയത്തും പ്രവർത്തിക്കുന്നതാണ്. അതായത് പകലായാലും രാത്രിയായാലും ശരി. ഇതാണ് നാം ബാങ്കിൽ സാധാരണ കാണാറുള്ളത്. ഇതാണ് പണം. നാം പണം പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ, സ്കൂൾ ഫീസ് അടയ്ക്കാൻ, അങ്ങനെ പലതിനും. പണം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മതയുണ്ടായിരിക്കണം. ഇതാണ് ചെക്ക്. ആർക്കെങ്കിലും പണം കൊടുക്കാനായി നാം ചെക്ക് ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാനായി ഇതുപയോഗിക്കുന്നു. ഇതാണ് ഡെപ്പോസിറ്റ് സ്ലിപ്പ്. ആരെങ്കിലും നമുക്ക് തന്ന പണം നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ചെക്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടിയോ നാം ഈ ഡെപ്പോസിറ്റ് സ്ലിപ്പാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ഡെപ്പോസിറ്റ് സ്ലിപ്പിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, പേര്, നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള തുക, ചെക്കായാൽ അതിൻ്റെ ചെക്ക് നമ്പർ, അല്ലെങ്കിൽ പണമായാൽ ഓരോ നോട്ടിൻ്റെയും പൈസയുടെയും വിവരങ്ങൾ, നിക്ഷേപിക്കുന്ന തീയതി എന്നിവ പൂരിപ്പിച്ചിരിക്കണം. ഇതാണ് വിഡ്രോയൽ സ്ലിപ്പ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം വിഡ്രോ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ ഒപ്പ്, അന്നത്തെ തീയതി, പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്ന തുക എന്നിവ വിഡ്രോയൽ സ്ലിപ്പിൽ പൂരിപ്പിച്ചിരിക്കണം. ഇതാണ് പാസ്ബുക്ക്. പാസ്ബുക്കിൽ നമ്മുടെ പണമിടപാടുകളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് നമ്മുടെ അക്കൗണ്ടിൽ എത്ര പണം നിക്ഷേപിച്ചിട്ടുണ്ട്, കൂടാതെ എത്ര പണം വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ളവ. അങ്ങനെ പാസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര പണം ഉണ്ടെന്നുള്ള വിവരം അറിയാൻ സാധിക്കുന്നതാണ്. നാം ഇടയ്ക്കിടയ്ക്ക് പാസ്ബുക്ക് ബാങ്കിൽ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ DD. ചിലപ്പോൾ ആർക്കെങ്കിലും നാം പണം കൊടുക്കാനുണ്ടെങ്കിൽ ചെക്കിന് പകരമായി ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഇത് ഏകദേശം ചെക്ക് പോലെ തന്നെയാണ്. പക്ഷേ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കുമ്പോൾ നാം മുൻകൂട്ടി തന്നെ ബാങ്കിൽ പണമടയ്ക്കുന്നു. പിന്നീട് ബാങ്ക് ആ തുകയ്ക്കുള്ള അവരുടെ ചെക്ക് നമുക്ക് തരുന്നു. അതാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ഇത് നാം കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ATM, അതായത് ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. പണം വിഡ്രോ ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിലെ ബാക്കി തുക അറിയുക എന്നിവയൊക്കെ ബാങ്കിലേക്ക് പോകാതെ തന്നെ അറിയാൻ ഇത് സഹായകമാണ്. അതായത്
ATM-ൽ നിന്ന് തന്നെ. ATM 24 മണിക്കൂറും പ്രവർത്തിക്കുമെന്നതാണ് ഇതിന്റെ സവിശേഷത. ATM കാർഡ്. ഇതാണ് ATM കാർഡ്. ATM കാർഡ് ഉപയോഗിച്ച് പണം വിഡ്രോ ചെയ്യണമെങ്കിൽ ആദ്യമായി ATM കാർഡ് ATM-ലേക്ക് എൻ്റർ ചെയ്യണം. എന്നിട്ട് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ PIN എന്ന് പറയുന്ന രഹസ്യ നമ്പർ അമർത്തണം. അപ്പോൾ മാത്രമേ നമുക്ക് പണമിടപാടുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. നാം ആരാണെന്ന് ATM തിരിച്ചറിയാനും നമ്മുടെ അക്കൗണ്ട് മറ്റാരും ദുരുപയോഗം ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെയൊരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വിസിറ്റേഴ്സ് ടിക്കറ്റ് വാങ്ങി എയർപോർട്ടിനകത്ത് കടന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. ഫ്ലൈറ്റിന്റെ അറൈവൽ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. കൊള്ളാം. ബോംബെയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് 999 11 മണിക്ക് ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ETA എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ. നമുക്ക് വിസിറ്റേഴ്സ് ഏരിയയിലേക്ക് പോവാം. ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് വെച്ചാ? എനിക്കറിയാം. ഇത് എയ്റോപ്ലെയിനാ. അല്ല രാജു, അതാണ് എയ്റോപ്ലെയിൻ. ഈ സ്ഥലത്തിന്റെ പേര് എയർപോർട്ട് എന്നാണ്. എയ്റോപ്ലെയിൻ പുറപ്പെടുകയും തറയിറങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് എയർപോർട്ട്. എയ്റോപ്ലെയിൻ വളരെ വേഗം സഞ്ചരിക്കും. ഓ, നമ്മൾ ചെന്നൈയിൽ എത്തിയല്ലോ. ഇത്രയും പെട്ടെന്നോ? എന്തൊരു അത്ഭുതം. സത്യത്തിൽ നിന്റെ അങ്കിളിന് മുംബൈയിൽ നിന്ന് 2 മണിക്കൂറിനുള്ളിൽ എയ്റോപ്ലെയിനിൽ ഇവിടെ എത്തിച്ചേരാനാവും. പക്ഷേ അദ്ദേഹം ട്രെയിനിലാണ് വന്നിരുന്നതെങ്കിൽ 24 മണിക്കൂറോ അതിലധികമോ വേണ്ടി വന്നേനെ. കണ്ടോ രാജു, അവരവരുടെ ലഗേജസ് എടുക്കാൻ പോയിരിക്കുക. അവര് മുംബൈയിൽ നിന്ന് വിമാനത്തിൽ കൊണ്ടുവന്ന ലഗേജ് കൺവെയർ ബെൽറ്റ് വഴി ഇവിടെ എത്തും. ഹായ് രാജുമോനെ, ഞങ്ങൾ നിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെന്നൈയിൽ എത്തിയിരിക്കുക. മുംബൈന്ന് എനിക്ക് എന്താ കൊണ്ടുവന്നിരിക്കുന്നത് അങ്കിൾ? രാജു, ഇങ്ങനെ ചോദിക്കുന്നത് അച്ചടക്കമില്ലായ്മയാ. ആരോടായാലും മര്യാദയോടെ പെരുമാറണം. നമസ്കാരം അങ്കിൾ. നമസ്കാരം ആന്റി. സുഖമാണോ? ഹലോ രാജീവ്. എനിക്കറിയായിരുന്നു നീ എയർപോർട്ടിലേക്ക് വരുമെന്ന്. അതുകൊണ്ട് ഞാനിത് നിനക്കായി കരുതിയതാ. അയ്യോ, എനിക്കിത് എന്താന്ന് തുറന്നു നോക്കുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. നല്ല കുട്ടിയല്ലേ രാജു, അവരോട് നന്ദി പറയേ. നമുക്ക് വീട്ടിൽ ചെന്ന് നിന്റെ സമ്മാനം തുറന്നു നോക്കാം. താങ്ക് യു അങ്കിൾ. ഇവയാണ് നാം എയർപോർട്ടിൽ കാണുന്ന ചില കാര്യങ്ങൾ. ഇതാണ് എയർലൈൻ ടിക്കറ്റ്. വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ നാം ഇതുപോലെയൊരു ടിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. ഇതാണ് എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ അതിവേഗം സഞ്ചരിക്കും. മണിക്കൂറുകൾക്കകം രാജ്യത്തിന്റെ ഏതു ഭാഗത്തും എത്തിച്ചേരാൻ സാധിക്കും. ഇതാണ് ലഗേജ്. നാം സാധാരണ യാത്ര ചെയ്യുമ്പോൾ നമ്മോടൊപ്പം പല സാധനങ്ങളും എടുത്തുകൊണ്ടുപോകാറുണ്ട്. അതായത് വസ്ത്രങ്ങൾ, കൂടാതെ നമ്മുടെ അത്യാവശ്യ സാധനങ്ങൾ എന്നിവ നന്നായി പാക്ക് ചെയ്ത് ലഗേജായി കൊണ്ടുപോകുന്നു. നമ്മുടെ ലഗേജുകളുടെ എണ്ണം കുറച്ചാൽ നമ്മുടെ യാത്ര വളരെയധികം സുഖപ്രദമായിരിക്കുമെന്ന് മനസ്സിലാക്കണം. ഇദ്ദേഹമാണ് പൈലറ്റ്. പൈലറ്റാണ് എയ്റോപ്ലെയിൻ ഓടിക്കുന്നത്. പൈലറ്റാവാൻ കഠിനമായ പരിശീലനം അത്യാവശ്യമാണ്. എന്താണ് നിങ്ങളുടെ പ്ലാൻ അരുൺ? എനിക്ക് ഞങ്ങളുടെ ഓഫീസിന്റെ ചെന്നൈ ബ്രാഞ്ച് വരെ ഒന്ന് പോകണം. ഒരത്യാവശ്യ ജോലിയുണ്ട്. അത് അടയാറില്ല. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ടോ? ഇല്ല. ഞാൻ നിങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ രാജുവിനെയും കൂട്ടി ഷോപ്പിങ്ങിന് പൊയ്ക്കോളാം. ഞങ്ങൾ പബ്ലിക് ബസ്സിൽ പൊയ്ക്കോളാം. നീയും ഞങ്ങളുടെ കൂടെ വരുന്നുമായേ? ഇല്ല, ഞാൻ വീട്ടിൽ വിശ്രമിച്ചോളാം. രാജുവിന് നല്ല ക്ഷീണമുണ്ട്. അവനും എന്റെ കൂടെ നിന്നോട്ടെ. ഇത് ബസ്സിൽ കയറാനുള്ള ക്യൂ ആണ് രാജു. ജനങ്ങൾ വന്നതിനനുസരിച്ച് ക്യൂവിൽ നിന്നോണ്ടിരിക്കുകയാണ്. നാം എപ്പോഴും ക്യൂവിൽ നിൽക്കുമ്പോൾ വരി വരിയായിട്ട് നിൽക്കണം. അപ്പോഴേ എല്ലാവർക്കും ഉന്തും തള്ളും ഇല്ലാതെ സൗകര്യമായിട്ട് ബസ്സിനുള്ളിൽ കയറാൻ പറ്റൂ. അല്ലെങ്കിൽ അപകടം സംഭവിക്കാൻ ഇടയുണ്ട്. നീ എപ്പോഴും ഒരു കാര്യം ഓർമ്മിക്കണം രാജു. ബസ് മുഴുവനുമായി നിൽക്കാതെ നീ അതിലേക്ക് ചാടിക്കയറരുത്. ചാടിക്കയറുകയോ ചാടിയിറങ്ങുകയോ ചെയ്താൽ അപകടം സംഭവിക്കാനിടയുണ്ട്.
നാം ബസ് സ്റ്റോപ്പിൽ കാണുന്ന ചില കാര്യങ്ങളാണിവ. ഇതാണ് ബസ്. ബസ് സാധാരണയായി പൊതുജനങ്ങൾക്കായി ഓടുന്നവയാണ്. അവ നിശ്ചിത സ്ഥലങ്ങളിൽ നിന്ന് നിശ്ചിത സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കും. കൂടാതെ ബസ് സ്റ്റോപ്പുകൾ എന്നു പറയുന്ന ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. ഇതാണ് ബസ് ക്യൂ. എല്ലാവർക്കും ബസ്സിൽ കയറാനുള്ള സൗകര്യത്തിനായുള്ള ഈ ക്യൂ വളരെ ഉപകാരപ്രദമാണ്. കൂടാതെ തിക്കും തിരക്കും ഉന്തും തള്ളും ഒഴിവാക്കാനും സാധിക്കും. മമ്മി, എനിക്ക് ജനലിന്റെ അടുത്തിരിക്കണം. ശരി. മോഡേൺ ഷോപ്പിംഗ് മാളിലേക്ക് ഒരു ഫുള്ളും ഒരു ഹാഫ് ടിക്കറ്റും. എന്തിനാ നമ്മൾ പൈസ കൊടുക്കുന്നത് മമ്മി? അദ്ദേഹമാണോ ഈ ബസിന്റെ മുതലാളി? അല്ല രാജു, ഇതൊരു പബ്ലിക് ബസ്സാണ്. ഇത് സർക്കാരിന്റെ സ്വന്തമാണ്. ഇദ്ദേഹത്തിനെ ബസ് കണ്ടക്ടർ എന്നാണ് വിളിക്കുക. ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഓരോരുത്തരുടെ പക്കൽ നിന്നും ബസ് ചാർജ് ഈടാക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ജോലി. നമ്മൾ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതുവരെ ഈ ടിക്കറ്റ് ഭദ്രമായി സൂക്ഷിക്കണം. ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ TTE എല്ലാ യാത്രക്കാരും ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വരും. അദ്ദേഹം ചോദിക്കുമ്പോൾ നമ്മുടെ ടിക്കറ്റ് നമ്മൾ എടുത്ത് കാണിക്കണം. ഓർമ്മിക്കണം, ടിക്കറ്റ് വാങ്ങാതെ ഏതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലും യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹമാണ്. നീ എഴുന്നേക്ക്. ഈ വയസ്സായ ആൾക്ക് നീ ഇരിക്കാൻ സ്ഥലം കൊടുക്ക് രാജു. വെരി ഗുഡ് രാജു. ഓർമ്മിക്കണം, നമ്മൾ എല്ലാരോടും നന്നായി പെരുമാറണം. പ്രത്യേകിച്ച് വയസ്സായവരെ നിന്നോണ്ട് യാത്ര ചെയ്യുന്നത് കണ്ടാൽ എഴുന്നേറ്റ് അവർക്ക് സ്ഥലം കൊടുത്ത് അവരെ നമ്മളെക്കൊണ്ടാവും വിധം സഹായിക്കണം. നമുക്കിറങ്ങാനുള്ള സ്ഥലമായി. വാ, നമുക്കിറങ്ങാം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കാണാറുള്ള ചില കാര്യങ്ങൾ നോക്കാം. ഇതാണ് ബസ് ടിക്കറ്റ്. നാം പബ്ലിക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ് കണ്ടക്ടറിൽ നിന്ന് ബസ് ടിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. നമ്മുടെ യാത്രാക്കൂലി നാം ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇതാണ് ബസ് കണ്ടക്ടർ. ഇദ്ദേഹത്തിന്റെ ജോലി യാത്രക്കാർക്ക് ടിക്കറ്റ് വിതരണം ചെയ്യുകയാണ്. ഓ, പൂരിയുണ്ടല്ലോ. എന്ത് സ്വാദായിരിക്കും. എനിക്ക് കുറച്ചും കൂടി വേണം മമ്മി. കുറച്ചും കൂടി താ. നിനക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എടുത്തോ രാജു. പക്ഷെ ആദ്യം പ്ലേറ്റിലുള്ളത് തിന്നു തീർക്കണം. എന്നിട്ടും നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിക്കാം. ഭക്ഷണം വിലമതിപ്പുള്ളതാണ്. ഒരിക്കലും ഭക്ഷണം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യമുള്ളത് മാത്രം എടുത്ത് കഴിക്കാൻ പാടുള്ളൂ. വായിൽ ഭക്ഷണവും വെച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല രാജു. മാത്രമല്ല, ഭക്ഷണം കഴിക്കാൻ വലതു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്കിപ്പോ നിന്റെ മുറിയൊക്കെ വൃത്തിയാക്കി പാർട്ടിക്ക് വേണ്ടി അലങ്കരിക്കാം. രാജു, നീ ആദ്യം ചെന്ന് നിന്റെ മുറിയൊക്കെ വൃത്തിയാക്ക്. രാജു, പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് നീ കുറച്ചേരം വിശ്രമിക്ക്. രാജു, നിനക്ക് നല്ല ഭാഗ്യമുണ്ട്. എത്ര വൃത്തിയുള്ള മുറിയാ നിന്റേത്. പക്ഷേ നീ നിന്റെ മുറി ദിവസവും വൃത്തിയായി സൂക്ഷിക്കണം. വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, ശുചിത്വത്തിന് ദൈവത്തിനടുത്ത സ്ഥാനമാണുള്ളത്. നീ നിന്റെ മുറി വൃത്തിയാക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. നീ നിന്റെ പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെ ഭദ്രമായി സൂക്ഷിക്കണം രാജു. ഓരോന്നും അതാതിന്റെ സ്ഥാനത്ത് വെക്കണം. ഒരു കളിപ്പാട്ടെടുത്ത് കളിക്കുകയോ അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്ത് വായിക്കുകയോ എഴുതുകയോ ചെയ്താൽ അത് തിരിച്ച് അതിന്റെ സ്ഥാനത്ത് തന്നെ വെക്കണം. അങ്ങനെ ചെയ്താൽ അവയൊന്നും നഷ്ടപ്പെടാതിരിക്കും. മാത്രമല്ല, അധികകാലം ഭദ്രമായി സൂക്ഷിക്കാനും സാധിക്കും. രാജു, രാജു, വേഗം വാ. രാജു, ഞാൻ നിനക്കായി ഈ മെഴുകുതിരികൾ കത്തിക്കാം. ഈ മെഴുകുതിരികൾ ഊതിക്കെടുത്ത് കേക്ക് കട്ട് ചെയ്യേ. ഹാപ്പി ബർത്ത്ഡേ രാജു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. നാം പാർട്ടിയിൽ കാണുന്ന ചില കാര്യങ്ങളാണിവ. ഇതാണ് കേക്ക്. കേക്ക് സാധാരണയായി പിറന്നാളാഘോഷങ്ങളിലും മറ്റു പാർട്ടികളിലും ഉപയോഗിക്കാറുണ്ട്. ഇതാണ് സമ്മാനം. പിറന്നാൾ, വാർഷികം അതുപോലെയുള്ള വിശേഷാവസരങ്ങളിൽ നാം മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകാറുണ്ട്. ഇത് ഒരു ഗ്ലാസ് ജ്യൂസാണ്. ഇവ ബലൂണുകളാണ്. ബലൂണുകൾ ഉപയോഗിച്ച് കളിക്കാൻ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. പിറന്നാളിനും മറ്റും മുറികൾ അലങ്കരിക്കാനായി നാം ബലൂണുകൾ ഉപയോഗിക്കുന്നു. മമ്മി, അതൊരു പോലീസ് വാനാണോ? അല്ല, അതൊരു ആംബുലൻസാ. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വാഹനമാണ് ആംബുലൻസ്. രാജു, ആശുപത്രിയിലുള്ള രോഗികള് പല അസുഖങ്ങളും പിടിപെട്ട് ഭേദമായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് കൂടുതൽ വിശ്രമവും സമാധാനവും ആവശ്യമാണ്.
അതുകൊണ്ട് ആശുപത്രിയിൽ നിശബ്ദത പാലിക്കണം. കൂടാതെ അവരെ ശല്യപ്പെടുത്താതെ മെല്ലെ സംസാരിക്കണം. ഗുപ്താന്റിക്ക് കൊടുക്കാൻ ഞാൻ കുറച്ച് പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മിസ്സസ് ഗുപ്തയെ ഒന്ന് കാണണമായിരുന്നു. അവര് റൂം നമ്പർ 312 മാഡം. അത് 3rd ഫ്ലോറിലാണുള്ളത്. സന്ദർശകരുടെ സമയം 4 മണി മുതൽ 7 മണി വരെയാണ്. അതുകൊണ്ട് നിങ്ങൾ വേഗം പോണം. ഇനി 15 മിനിറ്റേ ബാക്കിയുള്ളൂ. മമ്മി, ആ ആന്റി എന്തിനാ യൂണിഫോം ഇട്ടിരിക്കുന്നത്? അവര് സ്കൂളിൽ പോവാണോ? അല്ല രാജു, അവരൊരു നഴ്സാണ്. അവരാണ് ആശുപത്രിയിലെ രോഗികളെയൊക്കെ നോക്കുന്നത്. എപ്പോ വേണമെങ്കിലും ഗുപ്ത ആന്റിയെ കാണാൻ പറ്റാത്തത് എന്താ മമ്മി? എന്തിനാ വിസിറ്റിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കേറി പോകുന്നതിനേക്കാൾ ലിഫ്റ്റ് ഉപയോഗിച്ചൂടെ? രോഗികൾക്ക് ധാരാളം വിശ്രമവും സമാധാനവും ആവശ്യമാണ്. അതുകൊണ്ടാണ് സന്ദർശകർക്കായിട്ടൊരു സമയം. കൂടാതെ രോഗികളുടെ ഉപയോഗത്തിനായും അടിയന്തര ആവശ്യത്തിനായും ലിഫ്റ്റ് വിട്ടുകൊടുക്കണം. നമുക്ക് കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ പടികൾ കയറി പോകാമല്ലോ. ICU എന്ന് വെച്ചാ എന്താ മമ്മി? രാജു, ഇതാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. രോഗികൾക്ക് അസുഖം കലശലാവുമ്പോഴും ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷവും അവരെ ICUയിലേക്കാണ് കൊണ്ടുവരാറുള്ളത്. ഈ ICUയിൽ 24 മണിക്കൂറും അവർക്ക് ഡോക്ടർമാരുടെയും ഡ്യൂട്ടിയിലുള്ള നഴ്സുമാരുടെയും പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കും. സാധാരണയായി സന്ദർശകർക്ക് ICUയിലേക്ക് അനുവാദമില്ല. കാരണം അവരിലൂടെ രോഗാണുക്കൾ രോഗികളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമസ്കാരം മിസ്സസ് ഗുപ്ത. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, നമസ്കാരം. വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോ എനിക്ക് നല്ല ഭേദമുണ്ട്. ഈ ആശുപത്രിയിൽ ഇവരെന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട്. എങ്ങനെയിരിക്കുന്നു ഗുപ്ത ആന്റി? ആന്റിക്ക് ഇഞ്ചക്ഷൻ പേടിയാണോ? വിഷമിക്കണ്ട, ആന്റിക്ക് വേഗം സുഖമാകും. എനിക്ക് ഉറപ്പുണ്ട്. ദേ, ഈ പുസ്തകം ആന്റിക്കൊരു സമ്മാനാ. ഓ, എനിക്ക് വേണ്ടി ഒരു സമ്മാനം വാങ്ങിക്കൊണ്ടു വന്നിരിക്കുന്നല്ലോ. ഞാനിത് തീർച്ചയായും വായിക്കും. ഇത് രാജു എനിക്ക് സ്നേഹത്തോടെ തന്ന സമ്മാനല്ലേ? എനിക്കിങ്ങനൊരു സമ്മാനം തരണമെന്ന് നിനക്ക് തോന്നിയല്ലോ മോനെ. ആന്റിക്ക് ഇവിടെ തനിച്ചിരുന്ന് ബോറടിക്കില്ലേ? ഒരു മാറ്റത്തിന് ഈ പുസ്തകം വായിക്കല്ലോ. ശരി, നമുക്കിനി പോകാം. സന്ദർശകരുടെ സമയം കഴിഞ്ഞു. വേഗം ഭേദാവട്ടെ മിസ്സസ് ഗുപ്ത. ഞങ്ങൾ ഇനിയൊരു ദിവസം വന്ന് കാണാം. നാം ആശുപത്രിയിൽ കാണാറുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ആംബുലൻസ്. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഇദ്ദേഹമാണ് ഡോക്ടർ. നമുക്ക് അസുഖമുള്ളപ്പോൾ ഡോക്ടർ നമ്മെ പരിശോധിക്കുന്നു. നമ്മെ ചികിത്സിച്ച് വേഗം ഭേദമാകാനായി മരുന്നുകൾ കുറിച്ചുതരുന്നു. ഇവരാണ് നഴ്സ്. ആശുപത്രിയിൽ രോഗികളെ പരിപാലിക്കുന്നവരാണ് നഴ്സുമാർ. രോഗികൾക്ക് സമയത്തിന് ആഹാരവും മരുന്നും കൊടുത്ത് ഡോക്ടറെ ശുശ്രൂഷയിൽ സഹായിക്കുന്നു. ഇതാണ് സ്റ്റെതസ്കോപ്പ്. രോഗികളെ പരിശോധിക്കാനായി ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നു. ഇവയാണ് മരുന്നുകൾ. നമുക്ക് അസുഖം വരുമ്പോൾ ഭേദമാവാനായി ഡോക്ടർ മരുന്നുകൾ തരുന്നു. ഇതാണ് ഇഞ്ചക്ഷൻ. ചിലപ്പോൾ നമുക്ക് അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഭേദമാകാനായി ഡോക്ടർ നമുക്ക് ഇഞ്ചക്ഷൻ നൽകാറുണ്ട്. മോനെ, എങ്ങനുണ്ടായിരുന്നു നിന്റെ ബർത്ത്ഡേ? അടിച്ചു പൊളിച്ചോ? അതെ, അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. കൂടാതെ ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങളും പഠിച്ചു. മോനെ, അവർക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സമയമായി. കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ പിടിക്കണ്ടേ? രാജു, നിന്റെ കസിനെ യാത്ര അയക്കാൻ നീയും വരുന്നു എൻ്റെ കൂടെ? തീർച്ചയായും, എനിക്ക് വരെ ഇഷ്ടാ. ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വരാം. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യ്. വാ രാജു, നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങിക്കാം. നിന്റെ അങ്കിളിനെ യാത്ര അയക്കാൻ പ്ലാറ്റ്ഫോമിൽ കയറണമെങ്കിൽ നമ്മൾ ഈ ടിക്കറ്റ് വാങ്ങിച്ചേ പറ്റൂ.
നമ്മുടെ റിസർവേഷനും ഏത് കോച്ചാണെന്നുള്ളതും നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. ഗുഡ്, എല്ലാം കറക്റ്റാ. അകത്തേക്ക് കയറിക്കോ. നമ്മുടെ ബർത്തിന്റെ നമ്പർ 7ഉം 8ഉം 9ഉം ആ. അരുൺ, അല്ലെങ്കിൽ തന്നെ ലേറ്റായി. പെട്ടെന്ന് കയറിയിരിക്കേ. ട്രെയിൻ പുറപ്പെടാൻ സമയമായി. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ബൈ അരുൺ അങ്കിൾ. അടുത്ത തവണ ഞങ്ങളുടെ കൂടെ കുറച്ച് ദിവസമെങ്കിലും താമസിക്കണം. എനിക്ക് രാജീവിന്റെ കൂടെ കളിക്കണം. ഞാൻ അടുത്ത അവധിക്ക് രാജീവിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഒരാഴ്ച നിന്റെ കൂടെ താമസിക്കാം കേട്ടോ. ഓ, മണി 10 രാജു. നീ സാധാരണ ഉറങ്ങാറുള്ള സമയമായി. ശരി മമ്മി, എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ പോയിട്ടേ ഇല്ല. ഇന്നത്തെ ദിവസം ഞാൻ നന്നായിട്ട് ആഘോഷിച്ചു. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ഇവയാണ് നാം റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ചില കാര്യങ്ങൾ. ഇതാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ആരെയെങ്കിലും യാത്രയയക്കാനോ സ്വീകരിക്കാനോ നാം റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടേ അകത്ത് കയറാൻ സാധിക്കൂ. ഇതാണ് ട്രെയിൻ. എത്രയോ ജനങ്ങൾക്ക്, എന്തിന് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇതാണ് റെയിൽവേ ടിക്കറ്റ്. ട്രെയിനിൽ യാത്ര ചെയ്യണമെങ്കിൽ നാം ഇതുപോലൊരു ടിക്കറ്റ് വാങ്ങിയിരിക്കണം. നിങ്ങൾ എല്ലാരും നന്നായി രസിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ബൈ. നമുക്കുടനെ വീണ്ടും കാണാം. രാജു, നമുക്കിപ്പോ നിന്റെ മുത്തശ്ശനെ മുത്തശ്ശിയും കാണാൻ പോവാം. പിറന്നാളിന്റെ അന്ന് അവരുടെ അനുഗ്രഹം വാങ്ങിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അവരുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോയാൽ മതി. ശരി, നമുക്ക് പോവാം. ആരെങ്കിലും സന്ദർശിക്കാൻ പോകുമ്പോ പഴങ്ങളോ സമ്മാനങ്ങളോ കൊണ്ടുപോയി കൊടുക്കുന്നത് നല്ല ശീലമാണ്, പ്രത്യേകിച്ച് മുതിർന്നവരെ കാണാൻ പോകുമ്പോ. അതിരിക്കട്ടെ രാജു, നീ ആ ഫുട്പാത്തിൽ നടക്ക്. കാൽനട യാത്രക്കാർ ഫുട്പാത്തിൽ നടക്കുന്നതാണ് സുരക്ഷിതം. നോക്കു രാജു, നാം ഇതുപോലുള്ള സീബ്ര ക്രോസിംഗിൽ മാത്രമേ റോഡ് മുറിച്ചു കടക്കാൻ പാടുള്ളൂ. മറ്റെവിടെയും കടക്കരുത്. റോഡ് മുറിച്ചു കടക്കുമ്പോ വണ്ടികൾ കടന്നു പോകുന്നവരെ കാത്തു നിൽക്കണം. ഇടതുഭാഗത്തേക്ക് നോക്കി വണ്ടികളൊന്നും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. പിന്നീട് വലതുഭാഗത്തേക്കും വീണ്ടും ഇടതുഭാഗത്തേക്കും നോക്കണം. ഒരു വണ്ടിയും വരുന്നില്ലെന്ന് കണ്ടതിന് ശേഷം മാത്രമേ റോഡ് മുറിച്ചു കടക്കാൻ പാടുള്ളൂ. നാം റോഡിലുള്ള ചില കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് റോഡിലുള്ള സീബ്ര ക്രോസിംഗ്. ഇതുപോലെയുള്ള സീബ്ര ക്രോസിംഗിൽ മാത്രമേ നാം റോഡ് മുറിച്ചു കടക്കാൻ പാടുള്ളൂ. ഇതാണ് ഫുട്പാത്ത്. നാം റോഡിലൂടെ നടക്കുമ്പോൾ കഴിയുന്നതും ഫുട്പാത്തിലൂടെ നടക്കാൻ ശ്രദ്ധിക്കണം. ഓ, പോസ്റ്റ് ഓഫീസിനടുത്തെത്തിയല്ലോ. നമുക്കൊന്ന് അകത്ത് കയറിയിട്ട് വരാം. എനിക്ക് കുറച്ച് സ്റ്റാമ്പ്സ് വാങ്ങാനുണ്ടായിരുന്നു. രാജു, ഇതാണ് പോസ്റ്റ് ഓഫീസ്. ജനങ്ങൾക്ക് കത്തുകളോ ടെലിഗ്രാമോ പാർസലോ അയക്കണമെങ്കിൽ അവർക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം. ഇതുപോലെയുള്ള പോസ്റ്റ് ബോക്സിൽ ജനങ്ങൾ കത്തുകൾ നിക്ഷേപിക്കും. ഇവ ജനങ്ങളുടെ സൗകര്യാർത്ഥം പല സ്ഥലങ്ങളിലും ഉണ്ടാകും. കത്തുകളെല്ലാം ശേഖരിച്ച് അവ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുവരപ്പെടുന്നു. പിന്നീട് അതാത് സ്ഥലങ്ങളിലേക്കുള്ളവ തരംതിരിച്ചു മാറ്റപ്പെടുന്നു. എന്നിട്ട് അതാത് സ്ഥലങ്ങളിലുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് അത് അയച്ചു കൊടുക്കുന്നു. അവിടെയുള്ള പോസ്റ്റുമാൻമാർ വിലാസം നോക്കി കത്തുകൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. എനിക്ക് 5 രൂപയുടെ സ്റ്റാമ്പ് 20 എണ്ണം വേണമായിരുന്നു. ഈ സ്റ്റാമ്പ്സിന്റെ ഉപയോഗം എന്താ മമ്മി? തപാൽ വഴി ഒരു കത്ത് അയക്കണമെങ്കിൽ കവറിന്റെ പുറത്ത് അതിനാവശ്യമായ തുകയ്ക്കുള്ള സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം. ദേ, ഇതിലൊട്ടിച്ചിരിക്കുന്നത് പോലെ. പോസ്റ്റ് ഓഫീസ് നമ്മുടെ കത്തുകൾ എത്തിച്ചു കൊടുക്കുന്ന സേവനത്തിന് പ്രത്യുപകാരമായിട്ടാണ് നമ്മൾ ഈ സ്റ്റാമ്പുകൾ ഒട്ടിക്കുന്നത്. കത്തുകളല്ലാതെ വേറെന്തൊക്കെയാ തപാലിലൂടെ അയക്കാൻ സാധിക്കുക? പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് പാഴ്സലുകളും അയക്കാൻ സാധിക്കും. ഓർമ്മയുണ്ടോ, കഴിഞ്ഞ പിറന്നാളിന് ഡൽഹിയിലുള്ള നിന്റെ കസിൻ ആ ടോയ് കാർ അയച്ചു തന്നത് പോസ്റ്റ് പാഴ്സൽ വഴിയല്ലേ? ഓ ശരിയാ, നല്ല ഓർമ്മയുണ്ട്. അത് നല്ല ടോയ് കാറായിരുന്നു. ആ അങ്കിൾ പാർസൽ അയക്കാൻ തോന്നുന്നല്ലോ. അതെ, കണ്ടോ,
അവര് പാഴ്സല് തൂക്കി നോക്കുകയാ. സാധാരണ പാഴ്സലിന്റെ തൂക്കം കൂടിയാൽ പോസ്റ്റൽ ചാർജും അധികമായിരിക്കും. ഞാൻ എന്റെ ഡൽഹിയിലുള്ള കസിന് കത്തെഴുതി അയച്ചാൽ അത് നാളെ അവന് കിട്ടുമോ മമ്മി? ഇല്ല രാജു, സാധാരണയായി ഒരു കത്തയച്ചാൽ അത് അവർക്ക് കിട്ടാൻ 3-4 ദിവസം സമയമെടുക്കും. എങ്കിലും വളരെ അത്യാവശ്യമാണെങ്കിൽ അതിന് സ്പീഡ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു സൗകര്യമുണ്ട്. ഇതിൽ നീ അയക്കുന്ന കത്ത് അടുത്ത ദിവസം തന്നെ നിന്റെ കസിന് കിട്ടും. പക്ഷേ അതിന് കുറച്ച് കാശ് കൂടും. മണി ഓർഡർ എന്ന് വെച്ചാ എന്താ? മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് പണം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യമാണ് മണി ഓർഡർ. ഉദാഹരണത്തിന്, ഓരോ മാസവും എന്റെ ഗ്രാമത്തിലുള്ള അങ്കിളിന് ഞാൻ 1000 രൂപയുടെ മണി ഓർഡർ അയച്ചു കൊടുക്കാറുണ്ട്. ഞാൻ ഇവിടെയുള്ള പോസ്റ്റ് ഓഫീസിൽ ആ പണം അടയ്ക്കും. മണി ഓർഡർ ഫോം പൂരിപ്പിച്ചു കൊടുക്കും. അതിൽ ചെറുതായിട്ട് എന്തെങ്കിലും വിവരം എഴുതാനുള്ള സ്ഥലവും ഉണ്ടായിരിക്കും. ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ഇവരെത്തിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെയുള്ള പോസ്റ്റ്മാൻ എന്റെ അങ്കിളിന്റെ വീട്ടിൽ ചെന്ന് മണി ഓർഡർ അയച്ച തുകയും ഞാൻ എഴുതിയ ചെറിയ സന്ദേശവും അങ്കിളിന് കൊടുക്കും. എനിക്ക് നമ്മുടെ പോസ്റ്റ്മാൻ രാമൻകുട്ടി അങ്കിളിനെ നന്നായി അറിയാം. അങ്ങേര് എവിടെ പോയി? നിനക്കെങ്ങനെ അങ്ങേരെ അറിയാം? അറിയാം. അങ്ങേരെ എന്റെ സ്കൂൾ റിപ്പോർട്ട് കാർഡ് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നത്. അപ്പോഴ അച്ഛന്റെ മുഖം കാണണം. രാമൻകുട്ടി കത്ത് കൊടുക്കാൻ പോയതായിരിക്കും. നമുക്ക് പോവാം. എയർപോർട്ടിൽ എത്താനുള്ള സമയമായി. ഇവ നാം പോസ്റ്റ് ഓഫീസിൽ കാണുന്ന ചില സൗകര്യങ്ങളാണ്. ഇതാണ് പോസ്റ്റ് ബോക്സ്. നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഉടനീളം ജനങ്ങളുടെ സൗകര്യാർത്ഥം വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്റ് ബോക്സുകൾ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ജനങ്ങൾക്ക് അവയിൽ തങ്ങളുടെ കത്തുകൾ നിക്ഷേപിക്കാൻ സാധിക്കും. ഇതാണ് പോസ്റ്റേജ് സ്റ്റാമ്പ്. തപാൽ മൂലം അയക്കാനുള്ള കത്തുകളിൽ ശരിയായ വിലയ്ക്കുള്ള പോസ്റ്റേജ് സ്റ്റാമ്പുകൾ ഒട്ടിച്ചു വേണം കത്തുകൾ അയക്കുവാൻ. സാധാരണയായി കവറിന്റെ തൂക്കം അധികമുണ്ടെങ്കിൽ ഒട്ടിക്കേണ്ട സ്റ്റാമ്പിന്റെ വിലയും അധികമായിരിക്കും. ഇതാണ് മണി ഓർഡർ ഫോം. തപാൽ വഴി ആർക്കെങ്കിലും പണം അയച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ഈ മണി ഓർഡർ ഫോം പൂരിപ്പിച്ച് അയക്കണം. നാം ആർക്കാണോ പണം അയച്ചു കൊടുക്കുന്നത് ആ സ്ഥലത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് ഈ തുക എത്തിച്ചു കൊടുക്കപ്പെടും. എന്നിട്ട് അവിടെയുള്ള പോസ്റ്റ്മാൻ ആ വ്യക്തിക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഇതാണ് പോസ്റ്റൽ പാർസൽ. അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ബുക്ക് ചെയ്ത് ഇതുപോലെയുള്ള പാർസൽ ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇൻലൻഡ് ലെറ്റർ. ഇതിനുള്ളിൽ സന്ദേശങ്ങൾ എഴുതി ശരിയായ മേൽവിലാസവും എഴുതി ഏതെങ്കിലും ഒരു പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കാവുന്നതാണ്. പിന്നീടത് ശരിയായ വ്യക്തിയുടെ പക്കൽ എത്തിച്ചേരുന്നതാണ്. ഇതാണ് പോസ്റ്റ് കാർഡ്. ഇത് വളരെ കുറഞ്ഞ ചെലവിൽ മറ്റുള്ളവർക്ക് സന്ദേശങ്ങൾ അയക്കാൻ വളരെ ഉപയോഗപ്രദമാണ്. ഇൻലൻഡ് ലെറ്ററിനേക്കാളും പോസ്റ്റൽ കവറിനേക്കാളും കുറഞ്ഞ വിലയിൽ ഇത് ലഭ്യമാണ്. ഇതാണ് പോസ്റ്റൽ എൻവലപ്പ്. നമ്മുടെ സന്ദേശങ്ങൾ ഈ പോസ്റ്റൽ എൻവലപ്പിൽ എഴുതുകയോ പ്രിന്റ് ചെയ്യുകയോ ചെയ്തിട്ട് പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചാൽ അത് എത്തിച്ചേരേണ്ട വ്യക്തിയുടെ പക്കൽ എത്തിച്ചേരും. നമസ്കാരം മുത്തശ്ശ. നമസ്കാരം മുത്തശ്ശി. ഓ, ഇന്ന് നിന്റെ പിറന്നാളല്ലേ രാജു? നീ ദീർഘായുസോടെ സന്തോഷമായി ജീവിക്കണം. നിന്റെ പിറന്നാൾ പാർട്ടി എങ്ങനെയുണ്ടായിരുന്നു? കൂട്ടുകാരൊക്കെ വന്നിരുന്നോ? എന്നോട് ക്ഷമിക്കും മോനെ, എനിക്ക് നിന്റെ പാർട്ടിക്ക് വരാൻ പറ്റിയില്ല. ഓ, എനിക്ക് ഒരു സമ്മാനം കൂടെ. എന്ത് ഭംഗിയായത്! ഇന്ന് എനിക്ക് നല്ല ദിവസമാ. അടിപൊളിയായിരുന്നു. എന്റെ എല്ലാ കൂട്ടുകാരും വന്നിരുന്നു. നല്ല സ്വാദുള്ളതൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. മാത്രല്ല എനിക്ക് നിറയെ സമ്മാനം കിട്ടി. എനിക്ക് ഒരുപാട് പഠിക്കാനും കഴിഞ്ഞു. നിനക്ക് നമ്മുടെ പഴയ അയൽക്കാരി മിസസ് ഗുപ്തയെ ഓർമ്മയുണ്ടോ മോനെ? അവർക്ക് കഴിഞ്ഞ ആഴ്ച പെട്ടെന്ന് എന്തോ അസുഖം ബാധിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അവിടെ അവർക്ക് ഒരു ഓപ്പറേഷനും ചെയ്തു. അവരിപ്പോ സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പോഴും ആശുപത്രി തന്നെയുള്ളത്. മോനെ, അവർക്കിപ്പോ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആശുപത്രിയിൽ ചെന്ന് ഗുപ്ത ആന്റി ഒന്ന് കണ്ടിട്ട് പോവാം.